ചൂടും തണുപ്പും തിരിച്ചറിയുവാൻ പറ്റാത്ത ഒരവസ്ഥ ഒരു മനുഷ്യന് ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രമാത്രം കഷ്ടം നിറഞ്ഞതായിരിക്കും അയാളുടെ ജീവിതം. അതുപോലെ തന്നെ ഇരുളും വെളിച്ചവും തിരിച്ചറിയുവാൻ പറ്റാതെ ജീവിക്കുന്ന ഒരാളുടെ ജീവിതം ദുരിതപൂർണം ആയിരിക്കും. കുഷ്ഠരോഗം ബാധിച്ച മനുഷ്യർക്ക് അവരുടെ ശരീരത്തിലെ സ്പർശനശേഷി നഷ്ടപ്പെട്ടു പോകും എന്ന് വായിച്ചിട്ടുണ്ട്. അവർക്ക് ചൂടോ തണുപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ രോഗം ബാധിച്ച അവയവങ്ങൾ കൊണ്ട് മനസ്സിലാക്കുവാൻ പറ്റില്ല. ആ അവയവങ്ങളുടെ സെൻസേഷൻ, സ്പർശന ശേഷി നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നാം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ശരിയേത്, തെറ്റേത്, ഗുണമേത്, ദോഷമേത്, വിശുദ്ധമായത് എന്താണ്, സാധാരണം എന്താണ് എന്നൊക്കെ അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കണം എന്നാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മ എന്നും പേർ പറയുകയും ഇരുട്ടിന് വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടും ആക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പ് ആക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഒരു കൂട്ടം ആളുകൾ ചെയ്ത് കൂട്ടുന്ന പ്രവൃത്തികളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരാളൊരു നന്മ ചെയ്താൽ ആ നന്മ അംഗീകരിക്കാതെ അതിനെ തിന്മയായിട്ട് കാണുന്നു. നല്ല കാര്യങ്ങൾ ചെയ്താൽ, ശരിയായ ഉപദേശങ്ങൾ പഠിപ്പിച്ചാൽ, പ്രയോജനമുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവച്ചാൽ, അതായത് നന്മ ചെയ്യുമ്പോൾ അതിനെ തിന്മയെന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ തന്നെ ഒരു വ്യക്തി തിന്മ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത് ആ വ്യക്തി ചെയ്യുന്നത് നന്മ ആണ് എന്ന് പറയുന്നവരും ഉണ്ട്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യം 17-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ് ആകുന്നു എന്നാണ്. അവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കലും തെറ്റ് ചെയ്യുന്നവനെ നീതീകരിക്കുവാൻ പാടില്ല. അതായത് തിന്മ ചെയ്യുന്നവനെ നന്മ ചെയ്യുന്നവനെന്ന് വിളിക്കാൻ പാടില്ല. അവനെ വാസ്തവത്തിൽ അവൻ്റെ പാപം മറച്ചു വയ്ക്കുന്ന രീതിയിൽ പ്രശംസിക്കാൻ പാടില്ല എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഒരാൾ നന്മ ചെയ്താൽ ആ വ്യക്തി ചെയ്യുന്നത് തിന്മയാണെന്ന് പറയുവാനും പാടില്ല. നീതിമാനെ കുറ്റം വിധിക്കുന്നവൻ ദൈവത്തിന് വെറുപ്പുള്ളവനാണ്. ഒരാൾ ശരിയായ ഒരു കാര്യം പറഞ്ഞാൽ, ശരിയായ ഉപദേശം പഠിപ്പിച്ചാൽ, ശരിയായ വഴി ചൂണ്ടിക്കാണിച്ചാൽ, ശരി എന്താണെന്ന് പഠിപ്പിച്ചാൽ, അങ്ങനെ പറയുന്ന വ്യക്തികളെ ഒരിക്കലും കുറ്റം വിധിക്കാൻ പാടില്ല. ആ വ്യക്തികളെ അംഗീകരിക്കണം. എന്നാൽ ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? ദുഷ്ടനെ നീതീകരിക്കുകയാണ്. ഏത് തിന്മ ചെയ്താലും അയാൾക്ക് സൈഡ് പറയാൻ കുറച്ച് ആളുകളുണ്ടാവും. ഏത് ദുരുപദേശം പഠിപ്പിച്ചാലും അതിനെയൊക്കെ പിന്താങ്ങുവാൻ ബുദ്ധി നഷ്ടപ്പെട്ട ചില വിശ്വാസികളുണ്ടാവും. ബുദ്ധി കെട്ടവരെന്നൊക്കെ അവരെ വിളിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. മന്ദബുദ്ധികളെ എന്ന് യേശു എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ വിളിച്ചത് ഈ സമയത്ത് ഓർക്കണം. കാരണം ദുഷ്ടനെ നീതീകരിക്കാൻ പാടില്ല, നീതിമാനെ കുറ്റം വിധിക്കുവാനും പാടില്ല. അതായത് തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പറയാൻ പാടില്ല. പക്ഷേ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പറയുന്നവരുണ്ടായിരുന്നു. ഇരുട്ടിനെ വെളിച്ചമാണെന്നും വെളിച്ചത്തെ ഇരുളാണെന്നും പറയുന്നവരുണ്ടായിരുന്നു. കയ്പിനെ മധുരമെന്നും മധുരത്തെ കയ്പ് എന്നും വിളിക്കുന്നവരുണ്ടായിരുന്നു. അവർക്കയ്യോ കഷ്ടം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ശരിയേത് തെറ്റേത് എന്ന് അറിയാൻ പാടില്ലാതെ പല വിശ്വാസികളും വലയുന്നത് കണ്ട് സങ്കടപ്പെടുകയാണ്. നടത്തിപ്പുകാർ കാണിക്കുന്ന എല്ലാ തിന്മകൾക്കും ഒത്താശ ചെയ്ത് അവർ ചെയ്യുന്നതെല്ലാം നന്മയാണ് എന്ന് പറയുന്നവർക്ക് അയ്യോ കഷ്ടമെന്നാണ് പറയുന്നത്. ആരെങ്കിലും ശരിയായ കാര്യങ്ങൾ പഠിപ്പിച്ചാൽ, നല്ല പ്രവൃത്തികൾ ചെയ്താൽ അവരെ ഒറ്റപ്പെടുത്തി അവർ ചെയ്യുന്നത് മോശമാണെന്ന് പറയുന്നവർക്ക് അയ്യോ കഷ്ടമെന്നാണ്. നന്മയ്ക്ക് തിന്മയെന്ന് പറയരുത്, വെളിച്ചത്തെ ഇരുട്ടാക്കരുത്.
നിങ്ങൾ ഒരിക്കലും കയ്പിനെ മധുരമോ മധുരത്തെ കയ്പോ ആക്കരുത്. നിങ്ങൾക്കയ്യോ കഷ്ടം എന്നാണ് പ്രവാചകൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദുഷ്ടനെ നീതീകരിക്കാതെ, നീതിമാനെ കുറ്റം വിധിക്കാതെ, ശരി ഏതാണോ അതിൻ്റെ പക്ഷത്ത് നിൽക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകണം. കർത്താവ് എപ്പോഴും ശരിയുടെ പക്ഷത്തായിരുന്നു. കർത്താവ് എപ്പോഴും ശരിയും തെറ്റും, നന്മയും തിന്മയും, മധുരവും കയ്പും, വെളിച്ചവും ഇരുട്ടും എന്താണെന്ന് പഠിപ്പിച്ചിരുന്നു. അത് പഠിപ്പിക്കുവാൻ എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. യേശു പഠിപ്പിച്ചതുപോലെ, യേശു ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിച്ചതുപോലെ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും സാധിക്കട്ടെ. കർത്താവ് അതിനുള്ള കൃപ നൽകട്ടെ. പരിശുദ്ധ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന വചനങ്ങൾക്കായി സ്തോത്രം. ശരിയും തെറ്റും, ഗുണവും ദോഷവും, നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിഞ്ഞ് നന്മയാണെങ്കിൽ നന്മയെന്ന് പറയുവാൻ, തിന്മയാണെങ്കിൽ തിന്മയെന്ന് പറയുവാനുള്ള ഒരു മനോധൈര്യം പരിശുദ്ധാത്മാവ് എല്ലാവർക്കും നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.